വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ആഗസ്റ്റ് 17-ാം തീയതി തിങ്കളാഴ്ചയോടെ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. നാളെ ഗുജറാത്ത് തീരം, സൊമാലിയ, ഒമാൻ തീരങ്ങൾ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്ക് മധ്യകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന ശ്രീലങ്കൻ തീരം, തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. ലോകം അന്ത്യത്തോടെ അടുക്കുന്നു. അന്ത്യകാല സൂചനകളാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ശക്തമായ ഭൂകമ്പം. ഇപ്പോൾ ഇസ്രായേലിൽ മൂന്നാമതും ചുമന്ന പശുക്കിടാവ് ജനിച്ചു. യഹൂദ ജനത്തിന് മൂന്നാം ദേവാലയം പണിയുന്നതിനെ ചുവന്ന പശുക്കിടാവിനെ ബലിയർപ്പിച്ച് അതിൻ്റെ ചാരം ആവശ്യമാണ്. അന്ത്യകാലത്ത് ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കുന്നത് ലോകത്തെ വിശ്വാസികൾ നിരീക്ഷിച്ചു വരുന്നു.